പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കോഴി കുമ്പളങ്ങ കറിയുടെ റെസിപ്പിയാണിന്ന് ഞാൻ ചെയ്യുന്നത്. 1 കിലോ സ്കിൻഡ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ കശ്മീരി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ഇതിലേക്ക് ചേർക്കുക. ഈ കറിക്ക് സവാളയേക്കാൾ നല്ലത് ഉള്ളി ആയതുകൊണ്ട് ഞാൻ 50 ഗ്രാം ഉള്ളി സ്ലൈസ് ചെയ്തതാണിത്. 20 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 3-4 തണ്ട് വേപ്പില, ഇവ ചേർത്ത ശേഷം നന്നായി കൂട്ടി യോജിപ്പിക്കണം. ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ശേഷം ഇതിന് വേണ്ട മസാലകൾ തയ്യാറാക്കാൻ ഒരു പാൻ ചൂടാക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. 1/2 കപ്പ് തേങ്ങ ചിരകിയത് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ തേങ്ങ ചേർക്കാവുന്നതാണ്. തേങ്ങ ബ്രൗൺ നിറമാകുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് വറുത്ത് കോരുക. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് 4 കറുവപ്പട്ട, 12 ഗ്രാമ്പൂ, 2 ചെറിയ തക്കോലം, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇവ ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കണം. പിന്നെ ഇതിലേക്ക് 8 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും ചേർത്ത് നന്നായി ഇളക്കി വറുത്ത് കോരുക. ശേഷം ഇത് ചെറിയ ജാറിലിട്ട് പൊടിച്ച് എടുക്കണം. മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാലകളിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. കുക്കർ മൂടിയ ശേഷം സ്റ്റൗ കത്തിച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. മസാല വറുത്ത എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നന്നായിട്ട് അരയാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഈ സമയത്ത് ഞാൻ
ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണ്. വിസിൽ പോയ ശേഷം കുക്കർ തുറന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചതുര കഷ്ണങ്ങളാക്കിയ കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക. ഇളക്കിയ ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ കേട്ടാൽ മതി. ഒരു വിസിൽ കേട്ട ശേഷം ഇതിൻ്റെ ആവി പൊക്കിക്കളയണം, അല്ലെങ്കിൽ കുമ്പളങ്ങ വെന്തു പോകും. അടപ്പത്ത് പാത്രം വെച്ച് ചൂടാകുമ്പോൾ തീ കുറച്ച് വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ വേപ്പില ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. വെന്ത ചിക്കൻ ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത തേങ്ങ അരച്ചെടുത്തത് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. സ്വാദിഷ്ടമായ കോഴി കുമ്പളങ്ങ കറി റെഡി.